നെക്സോ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നെക്സോ ടോക്സിൽ സംസാരിക്കുന്നത് ബെറ്റർ കോൾ സോൾ സീസൺ 2 എപ്പിസോഡ് 3 ആയിട്ടുള്ള അമറില്ലോയെ കുറിച്ചാണ്. ഈ എപ്പിസോഡിൽ സാൻഡ് പേപ്പർ കേസിന്റെ കൂടുതൽ ക്ലയൻസിനെ കിട്ടാനായിട്ട് അമറില്ലോ എന്ന് പറയുന്ന ടെക്സാസിലെ സ്ഥലത്തേക്ക് വരുന്നതാണ്. അദ്ദേഹം ഒരു സൂത്രപ്പണിയിലൂടെയാണ് പുതിയ ക്ലയൻസിനെ നേടുന്നത്. അതായത് സാൻഡ് പേപ്പേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള വൈദികരുടെ ടൂറിസ്റ്റ് ബസ്സിൽ ഇടയ്ക്ക് വെച്ച് കയറുകയും ബസ്സിൽ വെച്ച് ക്ലയൻസിനെ അദ്ദേഹം സ്വാധീനിക്കുകയുമാണ് ചെയ്യുന്നത്. നിയമപരമായിട്ട് ഇങ്ങനെ ക്ലയൻസിനെ കേസിലേക്ക് ആഡ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. പക്ഷേ കൂടുതൽ ക്ലയൻസിനെ ആഡ് ചെയ്തത് ഡേവിസ് ആൻഡ് മെയിൻസിന് ജിമ്മിയിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കാൻ കാരണമാകുന്നു. പക്ഷേ കിമ്മിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്ങനെ ജിമ്മി ഇത്രയും ക്ലയൻസിനെ നേടിയെന്ന് എന്നുള്ളത്. ഈ സെയിം ഡൗട്ട് ചക്ക് ബോർഡ് മീറ്റിങ്ങിൽ ചോദിക്കുകയും ചെയ്തിരുന്നു. മൈക്കിൻ്റെ സ്റ്റോറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യയും മകളും ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ വെടിയൊച്ചകൾ കേൾക്കുന്നു എന്ന് മകൻ്റെ ഭാര്യ പറയുകയും അത് എന്താണെന്ന് പരിശോധിക്കാൻ അദ്ദേഹം രാത്രി മുഴുവൻ ചെലവഴിക്കുകയും ചെയ്യുന്നു. മകൻ്റെ ഭാര്യയുടെ തോന്നലാണോ അതോ സത്യമാണോ എന്നുള്ളത് മൈക്കിന് വ്യക്തമായില്ല. പക്ഷേ അവരെ അവിടെ നിന്ന് മാറ്റാൻ തന്നെ മൈക്ക് തീരുമാനമെടുക്കുന്നു. അങ്ങനെ കൂടുതൽ പണം സമ്പാദിക്കാനായി പുതിയ മിഷൻസ് തേടി അദ്ദേഹം പോകുന്നു. അദ്ദേഹത്തിന് ഇതിനുള്ള കോണ്ടാക്റ്റുകൾ ലഭിക്കുന്നത് ഡോക്ടറിൻ്റെ കയ്യിൽ നിന്നാണ്. അദ്ദേഹത്തെ നമ്മൾ മുൻ എപ്പിസോഡുകളിൽ പരിചയപ്പെട്ടതാണ്. ജിമ്മിക്ക് വീണ്ടും കൂടുതൽ ക്ലയൻസിനെ തേടേണ്ടി വരുന്നുണ്ട്. പക്ഷേ നിയമവിരുദ്ധമല്ലാത്ത രീതിയിൽ ചെയ്യാൻ അദ്ദേഹം തീരുമാനമെടുക്കുന്നു. അതിനായി അദ്ദേഹം ഈ കേസിലേക്ക് സ്വാധീനിക്കാനായിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ആഡ് ഇതിനെ ബേസ് ചെയ്ത് ചെയ്യുന്നു. പക്ഷേ ഈ ആഡ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഡേവിസ് ആൻഡ് മെയിൻസിനോട് തീരുമാനിക്കാതെ അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നു. ആഡ് പബ്ലിഷ് ചെയ്തതിന് ശേഷം വൻ സ്വീകാര്യത ലഭിക്കുകയും കൂടുതൽ ക്ലയൻസ് കേസിലേക്ക് ആഡാവുകയും ചെയ്യുന്നു. അന്ന് രാത്രി ജിമ്മിയും കിമ്മും സമയം ചെലവഴിക്കുമ്പോൾ ഡേവിസിൻ്റെ കോള് ജിമ്മിക്ക് വരികയും അദ്ദേഹം വളരെയധികം ദേഷ്യത്തോടു കൂടി ജിമ്മിയോട് ഇത് ചോദിക്കുകയും ചെയ്യുന്നു. അതായത് ജിമ്മിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഇഷ്ടമെന്നുള്ളത് ഈ സീനിൽ വ്യക്തമാകുന്നുണ്ട്. തൻ്റെ പുതിയ കമ്പനിയിലെ ആദ്യത്തെ അസ്വാരസ്യങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ജിമ്മിക്ക്. മറുവശത്ത് മൈക്കിന് പുതിയൊരു അസൈൻമെന്റ് ലഭിക്കുകയും അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റ് നാച്ചോ ആണെന്നുള്ളത് ഈ എപ്പിസോഡിൻ്റെ അവസാനം റിവീൽ ആവുകയുമാണ് ചെയ്യുന്നത്.